السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام. كيف حالكم؟ شو أخباركم؟ عساكم طيبين، كل الأمور طيبة إن شاء الله. الحمد لله كله تمام إن شاء الله. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ സുഖം? നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അൽഹംദുലില്ലാ, റാഹത്തായി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ കൂടിയിട്ടുള്ളത് ഹല അറബിക്കിന്റെ കീഴിലുള്ള അറബി പഠിക്കുക എന്ന കോഴ്സിലാണ് നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? അതെ. യെസ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാണ്. അപ്പം അറബി പഠിക്കുക എന്ന് പറയുമ്പോൾ ഇൻഷാല്ലാ നിങ്ങളെ ഭാഗത്തുനിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് ഈ ക്ലാസ്സിൽ, അതായത് ഡെയിലി നിങ്ങൾക്ക് വോയിസ് അയക്കും, അതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക് അയക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒന്നും വിടാതെ എല്ലാം കേൾക്കുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ ഓരോ ക്ലാസ്സും. അതായത് ഒരു ക്ലാസ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്ന രൂപത്തിലായിരിക്കണം നിങ്ങളെ സമീപനം. രണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സാധനങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്നലെ രാത്രി സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് അയച്ചു. അപ്പം അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ആ സാധനങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലൊന്ന് നിങ്ങളുടെ വോയിസും കൂടെ ഒന്ന് അയക്കണം. എന്നാലേ നമ്മളെ കോഴ്സ് എന്താവുള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു കോഴ്സ് കേട്ടു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ക്ലാസ് കേട്ടു എന്നുള്ള രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ആയ സ്ഥിതിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് വിനീതമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ റെഡി അല്ലേ? അതെ. യാ, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതൊക്കെ ആണല്ലോ. പിന്നെ ഒരു അറബി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികവും ജോലി സംബന്ധിതമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെവർക്കെല്ലാം പ്രധാനമായിട്ട് ആദ്യമായിട്ട് ആവശ്യം വരിക സെൽഫ് ഇൻട്രഡക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ പരസ്പരം ഇതുവരെ പരിചയപ്പെട്ടിട്ടും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും സെൽഫ് ഇൻട്രഡക്ഷൻ കൊണ്ട് തന്നെ ക്ലാസ് ഒന്ന് തുടക്കം കുറിക്കാന്നുള്ള രൂപത്തിലാണ് ഈ ഒരു സെഷന് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ വെച്ചത്. അപ്പോൾ ഞാനിപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ മോഡൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഡിഫൈൻ ചെയ്ത് തരാം. അതിന് ശേഷം നമുക്ക് ഇൻഷാല്ലാ ഓരോരുത്തരെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ക്ലാസ് കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ചെറിയ രൂപത്തിലൊന്ന് നിങ്ങൾക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ് ഉഷാറായി പിരിച്ചുവിടാം ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ പേരാണ് സ്വാഭാവികമായിട്ടും പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ അറബിയിൽ അല്ല മലയാളത്തിൽ പറയുമ്പോൾ ഒന്നുകിൽ ഞാൻ സെയ്ദ് അല്ലെങ്കിൽ എൻ്റെ പേര് സെയ്ദ് എന്നായിരിക്കും പറയാം. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറബിയിൽ പറയാൻ പറ്റും. ഞാൻ സെയ്ദ് എന്ന് അറബി പറയുമ്പം അന സെയ്ദ്, ഞാൻ സെയ്ദാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്നുള്ളതിന് അറബി പറയൽ അന എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ സെയ്ദാണെന്ന് പറയുമ്പോൾ അന സെയ്ദുൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യാ. ഇനി എൻ്റെ പേര് സെയ്ദാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയേണ്ടത് ഇസ്മി സെയ്ദ് എന്നാണ് പറയേണ്ടത്. അപ്പം ഇസ്മി എന്ന് പറഞ്ഞാൽ മൈ നെയിം ഈസ് സെയ്ദ്, സെയ്ദ് ആകുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ അന സെയ്ദ് എന്ന് പറയുമ്പോൾ ഞാൻ സെയ്ദാകുന്നു എന്നും, ഇസ്മി സെയ്ദ് എന്ന് പറയുമ്പോൾ എൻ്റെ പേര് സെയ്ദാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ് എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വല്ലാതെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ,
ഇനി നെക്സ്റ്റ് അന മിൻ കൊച്ചി ഫി വിലായത്തി കേരള. ഓക്കെ, അന മിൻ കൊച്ചി ഫി വിലായത്തി കേരള. അപ്പം അതിന്റെ ഇംഗ്ലീഷ് ഐ ആം ഫ്രം കൊച്ചി ഇൻ കേരള. കേരളത്തിൽ കൊച്ചി എന്നാണ് ഞാൻ വരുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഐ ആം ഫ്രം, ദെൻ അന മിൻ. ഫ്രം എന്ന് പറയല് മിൻ എന്നാകുന്നു. ഓക്കെ, ഇനി അതേപോലെ ഇന്ന് എന്ന് പറയാന് ഫീ ആണ് ഉപയോഗിക്കല്. ഓക്കെ, മിന്ന് എന്ന് പറഞ്ഞാൽ ഫ്രമും ഫീ എന്ന് പറഞ്ഞാൽ ഇന്ന് ആകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സാധനം ഏകദേശം ഇപ്പം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പം അന മിൻ കൊച്ചി, ഐ ആം ഫ്രം കൊച്ചി ഇൻ കേരള ഫി വിലായത്തി കേരള. ഓക്കെ, അവിടെ നിങ്ങൾ ഫി കേരള എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇനി ഫി വിലായത്തി കേരള എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഫി വിലായത്തി എന്ന് പറയുമ്പോൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നായി, ഫി വിലായത്തി ഫി കേരള എന്ന് പറയുമ്പോൾ ഇൻ കേരള എന്ന് നോർമൽ. ഓക്കെ, അപ്പം അന മിൻ കൊച്ചി ഫി വിലായത്തി കേരള, ഐ ആം ഫ്രം കൊച്ചി ഇൻ കേരള. ഓക്കെ, അപ്പം മിൻ എന്നുള്ളത് ഫ്രമിനും ഇന്ന് എന്നുള്ളത് ഫീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ദെൻ സിമ്പിൾ ആണ്. അന എന്ന് പറഞ്ഞാൽ ഞാന്, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, പിന്നെ കൊച്ചി എന്നുള്ളത്, പിന്നെ ഇൻ കേരള എന്നുള്ളത് ഫീ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള സാധനം, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐ ആം ഇന്ത്യൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം അതിന് അന ഹിന്ദി, ഞാൻ ഇന്ത്യനാണ് എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ അവസാനത്ത് ഫീമെയിൽ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഫീമെയിലിനെ പഠിപ്പിച്ചു കൊടുക്കില്ല, നിങ്ങളെ ലക്ഷ്യം എന്താവട്ടെ, അപ്പൊ നിങ്ങൾ ഫീമെയിൽ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ ഹിന്ദിയ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഹിന്ദിയ. ആക്ച്വലി ആ ഹിന്ദിയ എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഒരു ത എന്നൊരു ശബ്ദമുണ്ട്, ഹിന്ദിയത്ത് എന്നാണ് ആക്ച്വലി അത് എഴുതല്. പക്ഷെ അത് നിർത്തുന്ന സമയത്ത് ആ ത സൈലന്റ് ആവും, അപ്പൊ ഹിന്ദിയ എന്നാണ് പറയേണ്ടത്. അപ്പൊ മെയിൽ ആവുമ്പോൾ ഹിന്ദി, ഫീമെയിൽ ആവുമ്പോൾ ഹിന്ദിയ എന്നാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പം അന ഹിന്ദി, ഐ ആം ഇന്ത്യൻ. ഇനി അത് ഫീമെയിൽ ആണെങ്കിൽ അന ഹിന്ദിയ എന്ന് പറയണം. ഓക്കെ അല്ലേ? ജമീൽ. ഇനി നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സാധനമാണ് പറയുന്നത്. നമ്മളെ വർക്കിനെ പറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഐ ആം എ സൂപ്പർവൈസർ, ഐ ആം വർക്കിംഗ് ഇൻ ലുലു കമ്പനി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അമൽ എന്നോ അഷ്തഗൽ എന്നോ രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യബിൾ ആണ്, കുഴപ്പമില്ല. രണ്ടും ഐ ആം വർക്കിംഗ് എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോ ഇവിടെ രണ്ട് രൂപത്തിലാണ് കണ്ടിട്ടുണ്ടാവുക. ഒന്ന് അമൽ എന്ന് കണ്ടു, മറ്റൊന്ന് അന അഷ്തഗൽ എന്ന് കണ്ടു അല്ലെ? അപ്പം ആക്ച്വലി ഒരു വേർബിന്റെ കൂടെ നിങ്ങൾ അന എന്ന സാധനം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഇപ്പം ഇവിടെ അന അഷ്തഗൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അന എന്താവുകയാണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ബട്ട് യൂസ് ചെയ്യാതിരുന്നാലും പ്രശ്നമില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അമൽ അല്ലെങ്കിൽ അന അഷ്തഗൽ എന്ന് രണ്ടും വേറെ വേറെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. ഓക്കെ, ദെൻ ഐ ആം വർക്കിംഗ് ഇൻ ലുലു കമ്പനി, അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഐ ആം വർക്കിംഗ് അമൽ ഓർ അന അഷ്തഗൽ. അപ്പം ഇന്നിനെ നമ്മൾ നേരത്തെ പഠിച്ചു ഫീ എന്ന് അല്ലേ? അപ്പം ഐ ആം വർക്കിംഗ് ഇൻ, ദെൻ അന അഷ്തഗൽ ഫീ ലുലു കമ്പനി, ദെൻ ശരിക്കത്തി ലുലു. ഓക്കെ, അപ്പം അമൽ അല്ലെങ്കിൽ അന അഷ്തഗൽ ഫീ ശരിക്കത്തി ലുലു. ഓക്കെ, അപ്പൊ ഇനി നമ്മള് പോസ്റ്റ് പറയാണ് ഐ ആം എ സൂപ്പർവൈസർ, ദെൻ അന മുഷ്രിഫ്. സൂപ്പർവൈസറിന്റെ അറബി മുഷ്രിഫ് എന്നാണ്. ഇനി ആ സ്ഥാനത്ത് നിങ്ങൾ മാനേജർ എന്നാണ് പറയുന്നതെങ്കിൽ അന മുദീർ. ഇനി അക്കൗണ്ടന്റ് ആണെന്ന് പറയുന്നെങ്കിൽ അന മുഹാസിബ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും പറയാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നെക്സ്റ്റ്, ഇനി നമ്മള് ഏജ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഉംരി നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്മി. ഇവിടെ പറയുന്നു
അപ്പം ഇനി നമ്മൾ പറയുന്നത് ഉംരി 24 സന, അതായത് ഐ ആം 24 ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ആദ്യം ഡിസ്കസ് ചെയ്തു ഇസ്മി, അപ്പൊ ഇവിടെ പറയുന്നു ഉംരി. അപ്പൊ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് മനസ്സിലായി? എന്റെ എന്ന് പറയാന് ഒരു നൗണിന്റെ അവസാനത്തിൽ ഈ എന്ന ശബ്ദം ചേർത്ത് കൊടുത്താൽ അത് എന്റെ എന്ന അർത്ഥത്തിലേക്ക് മാറി എന്നർത്ഥം. അപ്പം നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, നൗൺ പ്ലസ് ഇ, അതിന്റെ അർത്ഥം ഈസിക്കൽ ടു മൈൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ മൈ കാർ എന്ന് പറയുമ്പോൾ സയ്യാറത്തി എന്ന് പറയണം. അപ്പൊ സയ്യാറത്ത് പ്ലസ് ഇ, അപ്പൊ നൗൺ പ്ലസ് ഇ. ദെൻ എന്റെ എന്ന് പറയണമെങ്കിൽ ഈ എന്ന ശബ്ദം ഒരു നൗണിന്റെ കൂടെ കൂട്ടിയാൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഇസ്മിയും അംബ്രിയും വെക്കുമ്പോൾ മനസ്സിലാവും അല്ലെ? അപ്പം നമ്മളെ എന്റെ വീട് എന്ന് പറയാൻ നിങ്ങൾ എന്ത് പറയും? ബൈത്ത് പ്ലസ് ഇ, സോ ബൈത്തി എന്ന് പറയണം. ഓക്കെ, അപ്പം ഐ ആം 24 ഇയേഴ്സ് ഓൾഡ്. ദെൻ ഉംരി, ഇനി 24 എന്നുള്ളതിന്റെ അറബി 24 സന. അപ്പം ഇയേഴ്സ് എന്നുള്ളതിന് സന എന്നാണ് അറബി പറയല്. ഓക്കെ, യെസ്, ഉംരി 24 സന. എന്റെ വയസ്സ് എത്രയാകുന്നു? 24 ഇയേഴ്സ് ആകുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ജമീൽ. ഇനി നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐ വാസ് ബോൺ ആൻഡ് റൈസ്ഡ് ഇൻ ഇന്ത്യ, നൗ ഐ ആം ഇൻ ദുബൈ. ഓക്കെ, ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ്, കറന്റ്ലി ഇപ്പം ഞാൻ ദുബൈയിലാണ്. അതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരു സെന്റൻസ് എടുക്കാം. ഐ വാസ് ബോൺ ആൻഡ് റൈസ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഐ വാസ് ബോൺ ആൻഡ് റൈസ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, then ولدت ونشأت في الهند حاليا أنا في دبي. then I was born يعني ولدت and raised എന്ന് പറഞ്ഞാൽ ونشأت في الهند, അപ്പം in India, അപ്പം ഇന്നിന് ഫി എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, then I was born എന്നുള്ളതാണ് ഇവിടെ പുതിയ വേർഡ്. പിന്നെ ونشأت and raised. ഓക്കെ, അപ്പം ولدت ونشأت في الهند. ഓക്കെ, ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ്. പിന്നെ ഇനി നെക്സ്റ്റ് സെന്റൻസ്, നൗ ഐ ആം ഇൻ ദുബായ്, ഹാലിയൻ അന ഫി ദുബായ്, ഹാലിയൻ അന ഫി ദുബായ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഹാലിയൻ എന്നുള്ളതിന്റെ പകരം നിങ്ങൾക്ക് വേറെയും രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അൽഹൈൻ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം എങ്ങനെ പറയും? അൽഹൈൻ അനഫി ദുബായ്. അല്ലെങ്കിൽ ഇനി ഷാർജയിലാണെന്ന് വെച്ചോ അൽഹൈൻ അനഫി ഷാരിക. അല്ലെങ്കിൽ ഇനി റഅ്സുൽ ഖൈമയിലാണെന്ന് വെച്ചോ എങ്കിൽ അൽഹൈൻ അനഫി റഅ്സുൽ ഖൈമ. ഓക്കെ, അപ്പം ഹാലിയൻ അല്ലെങ്കിൽ അൽഹൈൻ എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അൽ ആൻ എന്ന പദവും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യും? അൽ ആൻ അനഫി ദുബായ്, അല്ലെങ്കിൽ അൽ ആൻ അനഫി ഷാരിക, അല്ലെങ്കിൽ അൽ ആൻ അനഫി അബുദാബി, അല്ലെങ്കിൽ അൽ ആൻ അനഫി റഅ്സുൽ ഖൈമ. അങ്ങനെ ആ സാധനങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ടോട്ടലി ഇവിടെ 3 വഴികളാണ് നമുക്കുള്ളത്. ഒന്ന് ഹാലിയൻ ഓർ അൽ ഹൈൻ ഓർ അൽ ആൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ മാരീഡ് ആണോ അല്ലെങ്കിൽ അൺമാരീഡ് ആണോ എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് മാരീഡ് ആണെന്നുള്ളത് പറയാം. അപ്പം അന മത്സവ്വിജ് ഇൻദി വലദൈൻ, അന മത്സവ്വിജ്, ഐ ആം മാരീഡ്. നമ്മൾ നേരത്തെ ഒരു വിഷയം ചർച്ച ചെയ്ത് വെച്ചിരുന്നു, ഹിന്ദിയ എന്നുള്ളത്. ഓക്കെ, ഹിന്ദിയ എന്നുള്ളൊരു സാധനം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് മെയില് ഫീമെയിലിനെ വേർതിരിക്കാനുള്ള ഒരു രീതി.
അപ്പം അതേപോലെ ഈ മുത്സവ്വിജ് എന്ന പദം എടുക്കുക, അതിന്റെ കൂടെയും നിങ്ങൾ ആ ത് എന്ന ശബ്ദം ചേർക്കുക. അപ്പം മുത്സവ്വിജത്ത്, ഓക്കെ, മുത്സവ്വിജത്ത് എന്ന് നിങ്ങൾ എഴുതും. പക്ഷെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് പറയുമ്പോൾ മുത്സവ്വിജ എന്ന് പറയും. അപ്പൊ അവസാനം എന്തായി മാറി? ഫീമെയിലായി മാറി. ഓക്കെ, അപ്പം മെയിലാകുമ്പോൾ അന മുത്സവ്വിജ് എന്ന് പറയും. ഇനി ഫീമെയിൽ ആണെങ്കിൽ അന മുത്സവ്വിഗ എന്ന് പറയും. ഓക്കെ, അന മുത്സവ്വിഗ എന്ന് പറയും. അപ്പം മെയിലാവുമ്പോൾ അന മുത്സവ്വിജ്, ഫീമെയിൽ ആവുമ്പോൾ അന മുത്സവ്വിജ. ഓക്കെ, അപ്പം ലാസ്റ്റ് ത എന്ന സാധനം, അതായത് ത് എന്ന ശബ്ദങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ മുത്സവ്വിജ എന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക അത് ഫീമെയിൽ ആയിരിക്കും ആ നൗൺ ഉണ്ടാവുക. ഓക്കെ, ഇത് നൗണിൽ മാത്രമാണ്, വെർബിൽ ഈ സാധനം ഇല്ല. ഓക്കെ, വെർബിൽ വേറെ രീതിയിലാണ്. നമുക്ക് ഇൻഷാല്ലാ സൗകര്യം പോലെ പിന്നെ പഠിക്കാം. യാ, അപ്പം ഐ ആം മാരീഡ്, അന മുത്സവ്വിജ്. ഇനി ഫീമെയിൽ ആകുമ്പോൾ അന മുത്സവ്വിജ. ഓക്കെ, യാ. ഇനി നെക്സ്റ്റ്, ഐ ഹാവ് 2 children. ഐ ഹാവ് 2 children. അപ്പം ഐ ഹാവ് എന്നുള്ള സാധനം അറബിയിൽ പറയാൻ നമ്മൾ യൂസ് ചെയ്യൽ ഇൻദി. ഓക്കെ, ഇൻദി. അപ്പം ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഐ ഹാവ് 2 children ആണ് എങ്കിൽ ഇൻദി വലദൈൻ, ഇൻദി വലദൈൻ. ഓക്കെ, ഇൻദി വലദൈൻ. ഐ ഹാവ് 2 children. സോറി, 2 children. അഫ്വൻ. അപ്പം വലദൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2 children എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ഒരു കുട്ടിയാണ് പറയുന്നതെങ്കിൽ, എനിക്ക് ഒരു കുട്ടി ഉണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ, ഒരു ആൺകുട്ടി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇൻദി വലദ്, ഇൻദി വലദ്. ഇനി 2 ആൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻദി വലദൈൻ ഓർ വലദാൻ. ഓക്കെ, ഇൻദി വലദൈൻ ഓർ വലദാൻ. ആ വലദൈൻ വലദാൻ എന്നുള്ളത് ഒരു ഗ്രാമാറ്റിക്കൽ വേരിയേഷൻ ആണ്. അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട, ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇടവരുത്തും. സോ നിങ്ങൾ വലദാൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വലദൈൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇൻഷാല്ലാ. ഓക്കെ, യാ, ഇൻദി വലദാൻ അല്ലെങ്കിൽ ഇൻദി വലദൈൻ. ഓക്കെ, യാ. ഇനി 3 or more ആണെങ്കിൽ അപ്പൊ നിങ്ങൾ പറയണം ഇൻദി സലാസത്ത് ഔലാദ്, ഇൻദി സലാസത്ത് ഔലാദ്. അപ്പം ഇനി നിങ്ങൾക്ക് 3 or more കുട്ടികളുണ്ട്, ആൺകുട്ടികൾ ഉണ്ട് എങ്കിൽ ഇൻദി സലാസത്ത് ഔലാദ് ഓർ ഇൻദി അർബഅത്ത് ഔലാദ് ഓർ ഇൻദി ഖംസത്ത് ഔലാദ്. അങ്ങനെ നിങ്ങൾ എണ്ണത്തോടൊപ്പം ഈ ഔലാദ് എന്നുള്ള സാധനം ചേർക്കുക. ഓക്കെ, 1നും 2നും എണ്ണം പറയില്ല. അത് നമ്മൾ മാത്സിൽ ആൽജിബ്രയിൽ വേരിയബിൾസ് എഴുതുന്ന പോലെയാണ്. അതായത് വേരിയബിൾസ് എഴുതുമ്പോൾ നമ്മൾ സിംഗിൾ വെറും എക്സ് എന്നിട്ടാൽ അതിന്റെ മീനിങ് 1 into x ആണ്, 1x ആണ് അല്ലെ. അതേപോലെ വലദ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. ഇനി വലദാൻ എന്ന് പറഞ്ഞാൽ 2 കുട്ടി. ഓക്കെ, ഇനി 3 or more ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താവേണ്ടത്, അതിൽ എണ്ണം പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇൻദി സലാസത്ത് ഔലാദ്, ഇൻദി അർബഅത്ത് ഔലാദ്, ഇൻദി ഖംസത്ത് ഔലാദ്, അങ്ങനെ പോകും. ഓക്കെ, യാ. ഇനി പെൺകുട്ടിയാണ് ഉള്ളത് എങ്കിൽ ഒരു പെൺകുട്ടിക്ക് ബിൻറ്റ് എന്നാണ് പറയാ. ഓക്കെ, ബിൻറ്റ് എന്നാണ് പറയാ. അപ്പം നമ്മളിപ്പം വലദാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൻ എന്ന ശബ്ദമാണ് വലതിന്റെ കൂടെ നേരത്തെ കൂടിയത് അല്ലെ. സിംഗിൾ ആവുമ്പോൾ വലത് എന്നായിരുന്നു, അത് 2 ആവുമ്പോൾ വലദാൻ എന്നായി. അപ്പൊ അതേപോലെ തന്നെയാണ് ബിൻത്തിലും. അപ്പം 2 പെൺകുട്ടി ഉണ്ട് എന്ന് പറയാൻ ബിൻത്ത് പ്ലസ് ആൻ, അപ്പം ബിൻതാൻ. ഓക്കെ, ബിൻതാൻ എന്നായി. അപ്പം അതേപോലെയാണ് 2 പെൺകുട്ടി ഉണ്ട് പറയണ്ടെങ്കിൽ ബിൻതാൻ എന്ന് പറയാം. ഇനി 3 or more പെൺകുട്ടികളാണ് ഉള്ളത് എങ്കിൽ ബനാത്ത് എന്ന് പറയണം. അപ്പം ഇൻദി സലാസത്ത് ബനാത്ത്, സോറി ഇൻദി സലാസ ബനാത്ത്, ഒരു ഇൻദി അർബഅ ബനാത്ത്, ഒരു ഇൻദി ഖംസ ബനാത്ത്. അങ്ങനെ അവസാനം നമ്മൾ വലതിൽ ചെയ്ത പോലെ തന്നെ ഈ ബിൻത്തിലും നിങ്ങൾ ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഐ ആം സിംഗിൾ, അന ആസിബ് എന്നാണ് മെയിലിന് പറയാം.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഫീമെയിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിണ്ടാവും. നമ്മൾ മത്സൗജ എന്ന് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഹിന്ദിയ എന്ന് ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ഇവിടെയും ആസിബ് അതിന്റെ ഫീമെയിൽ ആകുമ്പോൾ ആസിബ എന്ന് ചെയ്യണം. ഓക്കെ, ആസിബ് ആസിബ. ആസിബ എന്ന് പറയുമ്പോൾ ആസിബത്ത് എന്നായിരിക്കും, പക്ഷെ പറയുമ്പോൾ ആസിബ എന്നേ പറയുള്ളൂ. ഓക്കെ, ദെൻ ഐ ആം സിംഗിൾ എന്ന് പറഞ്ഞാൽ അന ആസിബ് എന്ന് മെയിലിന് പറയും, ഫീമെയിലിന് അന ആസിബ എന്ന് പറയും. ഓക്കെ ജമീൽ. ഇനി നെക്സ്റ്റ്, ഐ ആം ലിവിങ് ഇൻ ദ എമിറേറ്റ്സ്. ഓക്കെ, ദെൻ ഐ ആം ലിവിങ് എന്ന് പറയാൻ അന സാക്കിൻ. ഇൻ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഫീ. അപ്പം അന സാക്കിൻ ഫിൽ ഇമറാത്ത്. അന സാക്കിൻ ഫിൽ ഇമറാത്ത്. ഓക്കെ, അന സാക്കിൻ ഫിൽ ഇമറാത്ത്. ജമീൽ. ഇനി നമ്മൾ പറയാണ് ഐ സ്പീക്ക് അറബിക് എ ലിറ്റിൽ ബിറ്റ്. ഞാൻ കുറച്ചൊക്കെ അറബി സംസാരിക്കും അല്ലേ? അപ്പം അതിന് നമ്മൾ അറബി പറയും അന അർമിസ് ഇമറാത്തി ഷുവൈ. അന അർമിസ് ഇമറാത്തി ഷുവൈ. അതായത് ഞാൻ കുറച്ചൊക്കെ ഇമറാത്തി അറബിക് സംസാരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം അർമിസ് എന്ന് പറഞ്ഞു. അപ്പം റംസ എന്ന് പറഞ്ഞാൽ സംസാരത്തിന് ഇമറാത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അർമിസ്. അപ്പൊ ഇന്ന് വന്ന വെർബാണ് അർമിസ് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അനത്കല്ലം എന്നും പറയാം. ഓക്കെ, അത്കല്ലം എന്നും പറയാം. അനത്കല്ലം ഇമറാത്തി ഷുവൈ, അല്ലെങ്കിൽ അന അർമിസ് ഇമറാത്തി ഷുവൈ എന്നൊക്കെ നിങ്ങൾക്ക് അതിനെ പറയാൻ പറ്റും. ഷുവൈ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ്, കുറച്ച് നടത്തും. ഓക്കെ, ലിറ്റിൽ ബിറ്റ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് ഇൻട്രഡക്ഷനിൽ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ഈ സാധനം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഉഷാറായി. ഓക്കെ, ആരാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പം ഞാന് ആരും റെസ്പോൺസ് ചെയ്യാത്തത് കൊണ്ട് ഒരാളെ പേര് പറയാണ്. ഇതിൽ ഫസ്റ്റ് ഉള്ള ആള് യൂനുസ് KP. ആള് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഉഷാറായി. നിങ്ങള് പതിയെ സ്ലോ ബൈ സ്ലോ ആയിട്ട് നിങ്ങള് എന്താവുക ഈ സാധനം പറയാട്ടോ. അതായത് നമുക്ക് നിങ്ങൾ ഓരോ മൈന്യൂട്ട് പ്രോബ്ലംസ് വരെ നമുക്ക് ഇതിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ സാധനം വളരെ യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് മെല്ലെ സാവധാനം പറഞ്ഞാൽ മതി, തിരക്കൊന്നുമില്ല നമുക്ക്. ഓക്കെ, ബിസ്മില്ലാ. السلام عليكم. وعليكم السلام ورحمة الله. أيوة. أنا يونس. أيوة. أنا دحين شغال مبيعات شركة قراطين. നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളെ ഈ ഫോർമാറ്റിലോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അതായത് അല്ല ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയല്ല. അതായത് നിങ്ങളൊന്ന് ഒരു ഫോർമാലിറ്റി കീപ്പ് ചെയ്തിട്ട് ആ സാധനം കണ്ടിന്യൂസ്, അതായത് ഇപ്പം ഒരു ഓർഡർ ബേസ്ഡ് ആയിട്ട് നിങ്ങളെ സാധനം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ആ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമാറ്റ് സ്വീകരിക്കൽ വളരെ ഉഷാറായിരിക്കും. ജമീൽ, ഇൻഷാ അല്ലാഹ്. യല്ലാ. أنا يونس. أيوة. أنا في كيرلا. أنا من كيرلا. നിങ്ങളിപ്പോ ഇവിടെയാണ് പറയേണ്ടത്. ഐ ആം ഫ്രം കൊച്ചി ഇൻ കേരള. അപ്പൊ നിങ്ങള് അതിനെ നിങ്ങളെ സ്ഥലം ആക്കിയിട്ട് നിങ്ങൾ പറയണം. ഫ്രം എന്നുള്ളതിന് മിന്നാണ് യൂസ് ചെയ്യുക, ഫീ എന്നുള്ളതിന് ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഐ ആം ഫ്രം കൊച്ചി ഇൻ കേരള. നിങ്ങൾ നിങ്ങളെ സ്ഥലം പറഞ്ഞാൽ മതി. أنا في بالاكات. أيوة. I am from. أنا من أيوة. أنا من بالاكات. جميل. أيوة. أنا من بالاكات. أنا من بالاكات. أيوة. in Kerala. يعني اوكي. أنا في من بالاكات. أيوة. في كيرلا. جميل ما شاء الله. Yeah. I am Indian. أنا هند. أيوة أنا هندي. جميل. أنا هند. أنا هند but أنا هندي. أنا هندي. أنا هندي.
Okay. أنا هندي. Jamil. Okay. Any next? I am أنا work. أنا أشتغل مبيعات شركة خراطيم. أنا أشتغل في أنا أشتغل. مبيعات في شركة داش نغلا كمباني. أنا أشتغل مبيعات. أنا أشتغل في مبيعات. أنا أشتغل في مبيعات. أيوة. في شركة خراطيم. أيوة جميل. أبا ونقول إنغلا سانا repeat أي. أنا أشتغل مبيعات. أنا أشتغل في مبيعات. أنا أشتغل في مبيعات. جميل. في شركة خراطيم. جميل. أوكي. أنا متزوج. ألا إنغلا إني إيجان برا. I am 24 years old. Yeah. أنا عمري. No, there is no need of أنا. You have to say only عمري. Yeah. عمري 34 أيوة 34 أنا. أي. جميل. أوكي 34. أيوة. سنة. جميل ما شاء الله. يعني I was born and raised in India. Now I am in Dubai or anywhere. هذا ولد. أنا وليد. No, أنا പറയണമെന്നില്ല. ولدت എന്ന് പറഞ്ഞാൽ തന്നെ അനാന്റെ മീനിങ് കിട്ടി. ഓക്കെ. ولدت سنة هند. No. ولدت ونشأت. അതായത് ഞാൻ ജനിച്ചു വളർന്നു ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ ജനിച്ചു പിന്നെ അവിടെ തന്നെ വളർന്നു എന്നാണ് പറയുന്നത്. അനാന്റെ ആവശ്യമില്ല. ولدت نشأت India. أيوة جميل. Currently I am in Dubai or anywhere. നിങ്ങൾ എവിടെയാണുള്ളത് പറയും. أنا حاليا رياض. أيوة حاليا أنا في رياض. جميل. حاليا. Okay. Next, I am married. I have 2 children. format നിങ്ങൾ പറയും. أنا متزوج. أنا متزوج. أنا متزوج. جميل. أيوة. هندي. ولد 2 ولد. أيوة جميل. عندي ولد. خلاص. أنا ساكن. I am living. أنا ساكن السعودية. أيوة. مملكة السعودية. أنا ساكن في مملكة السعودية. جميل. أوكي. أنا أدرس. أيوة. أيوة. أنا أتكلم شوية عربي. أتكلم يعني أنا ما أنا വേണ്ട. أنا ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. أنا أتكلم. أنا أتكلم شو عربي شوي. أيوة أنا أتكلم عربي شوي. Okay. Yeah. جميل ما شاء الله. Great effort. Okay. നിങ്ങൾ മാക്സിമം തെറ്റിയാലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് എന്റെ കാര്യങ്ങൾ ശരിയാക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരിക. ഓക്കെ. എന്നാലുള്ളൂ നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആവുള്ളൂ. സോ മാക്സിമം അവസരം മുതലെടുക്കുക. മാഷാ അല്ലാഹ് ജമീൽ. എന്തായാലും ഗ്രേറ്റ് എഫേർട്ട് യൂനുസ് KP. ഉഷാറാക്കി മാഷാ അല്ലാഹ് ജമീൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരാൾ പറയൂ. ഓക്കെ. أيوة تفضل. يا جميل ستارت. السلام عليكم. بسم الله. أنا عادل شاد. أنا من ملبورم في ولاية كيرلا. أيوة في ولاية كيرلا. خلاص. أنا അടുത്ത സാർ എന്താണെന്ന് പറഞ്ഞിരുന്ന ഞാൻ പറയായിരുന്നു അങ്ങനെ. أنا هندي. أوكي. I am Indian. أنا هندي. أيوة أنا هندي. خلاص. أوكي. أنا هندي. جميل. Next, I am working in Lulu company. I am a supervisor. أنا أشتغل في شركة لولو.
أنا أشتغل في أنا شركة أشتغل. لؤلؤ. في شركة اللؤلؤ. أيوة أنا مشرف. جميل. ഓക്കെ أنا مشرف. അപ്പം നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാന് വർക്ക് ചെയ്യണില്ല, ഞാൻ പഠിക്കാണ്. ഓക്കെ ജമീൽ. അപ്പം അന അദ്റുസ്, നിങ്ങളെ യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ കോളേജ് ഏതാണ്? മദീനത്തുൽ ഉലൂം. മദീനത്തുൽ ഉലൂം. അയ്വ അന അദ്റുസ് ഫി മദീനത്തിൽ. ഓക്കെ. നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മദീനത്തുൽ ഉലൂം. ഓക്കെ. അപ്പം അന അദ്റുസ് ഫി ജാമിഅത്തി കാലിക്കറ്റ്. أنا Okay. أدرس في كاليكت. أنا أدرس في جامعة كاليكت. أنا أدرس في جامعة كاليكت. جميل. Okay. I am 24 years old. How are you? أنا عمري 24 سنة. أنا എന്ന് പറയേണ്ട ആവശ്യമില്ല. عمري. أيوة. عمري 24 سنة. 24 سنة. 24 سنة. 24 سنة. Yeah, جميل. അപ്പൊ നിങ്ങളെ ഏജ് 24 തന്നെയാണോ? അല്ല, എന്റേത് 20 ആണ്. 20. Okay. Then عمري 20 سنة. خلاص. عمري 20 سنة. 20 سنة. جميل. 20 سنة. Okay. Next, I was born and raised in India. Now I am in Dubai. I was born. ولدت ونشأت في الهند. أيوة. ولدت ونشأت في الهند. حاليا أنا في دبي. എവിടെ? حاليا أنا في دبي. أيوة. حاليا أنا في دبي. حاليا أنا في دبي. أنا دبي. أوكي. حاليا أنا في دبي. حاليا أنا في دبي. في دبي لا في دبي. في دبي. جميل. أوكي. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോ വർക്ക് ചെയ്യണതൊക്കെ പഠിക്കണത് അങ്ങനെ അതൊക്കെ പറയുമ്പോ അതെങ്ങനെയാവും? അത് മാറ്റി കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ എവിടെയാ മാറ്റേണ്ടത്? ഇപ്പോ അയാം ഇൻ ദുബായ് എന്നുള്ളത് അനമിൻ അങ്ങനെ ആക്കിയല്ലോ. അതേമാതിരി കേരള എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മതില്ലേ? അവിടെ ഫില്ലൊക്കെ കറക്റ്റ് തന്നെയാവും. അത് കറക്റ്റ് തന്നെയാണ്. ഹാലി എന്ന് വെച്ചാൽ കറന്റ്ലി. ഓക്കെ. നെക്സ്റ്റ് I am married and അല്ലേ? I am married or I am single. أنا متزوج عندي ولدين. നിങ്ങൾ മാരീഡ് ആണോ? അല്ല, അൺമാരീഡ് ആണ്. അപ്പം അന ആസിബ് എന്ന് പറയും. ആസിബ്. 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 യാ ആസിബ്. ഓക്കെ. ആസിബ്. ജമീൽ. അന ആസിബ്. ഇന്ദി വലദീൻ. No, there is no need of indi waladain means I have 2 children എന്നർത്ഥം. നിങ്ങൾ ആസിബ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആസിബ് എന്ന് പറഞ്ഞാൽ മതി. ഖലാസ്. ഓക്കെ. I am living in the Emirates. أنا ساكن في الإمارات. أيوة. أنا ساكن في الإمارات. ഓക്കെ. നിങ്ങളിപ്പോ കേരളത്തിലാണെങ്കിൽ അന സാക്കിൻ ഫി കേരള. ഖലാസ്. ഓക്കെ. യാ.
ഇനി നെക്സ്റ്റ് ഐ സ്പീക്ക് അറബിക് എ ലിറ്റിൽ ബിറ്റ്. അന അർമിസ് ഇമാറാത്തി ഷവൈ. അയ്വ അന അർമിസ് ഇമാറാത്തി ഷുവൈ. അന അർമിസ് ഇമാറാത്തി ഷുവൈ. ഞാൻ അറബി ചെറുതായിട്ടൊക്കെ സംസാരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. യാ ജമീൽ, മാഷാഅല്ലാഹ്, ഗ്രേറ്റ് എഫേർട്ട്. ഓക്കെ, താങ്ക് യു. യാ ദെൻ നെക്സ്റ്റ് വൺ. ഈ സലാം എന്ന് പറയുന്ന ഒരു ഇതിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഉഷാറായി. അയ്വാ, കേൾക്കണില്ല, നിങ്ങൾ മ്യൂട്ടാണ്. എന്തായാലും നിങ്ങൾ പറയണ്ടെങ്കിൽ കേൾക്കണില്ല. അയ്വാ, അബ്ദുസലാം. ഞാൻ ഇപ്പൊ കുറച്ചു മുന്നേ കേറിയിട്ടുള്ളൂ, ഐഡി കിട്ടിയിട്ടില്ല. എന്താണ്? ഞാൻ ഗ്രൂപ്പിൽ ഒരു 5 മിനിറ്റ് മുന്നേ കേറിയിട്ടുള്ളൂ എന്നറിയാം. ഓഹോ ഹോ 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 ഹോ, ഓക്കെ ഓക്കെ. ഏതായാലും ഞാൻ അബ്ദുസലാം. അയ്വാ, ഇവിടെ പറയില്ല ഇസ്താലി, ഇവിടെ ഷോയിൽ എന്നാ പറഞ്ഞത്. അങ്ങനെ കുഴപ്പമില്ലല്ലോ. എന്താണ്? ഇവിടെ ജോലിക്ക് ഇവിടെ ഷോയിൽ എന്നാ പറയാ. ഇസ്താലി എന്നാണ് നിങ്ങൾ പറഞ്ഞു കേട്ടത്. അത് ഈ ഷുഗൽ എന്ന് വെച്ചാല് വർക്ക് എന്നാണ് അർത്ഥം. അപ്പം അസ്തഗൽ എന്ന് വെച്ചാല് ഐ ആം വർക്കിംഗ്. അത് ഈ ബക്കാര. അയ്വാ, أنا 35. أيوة عمري 35. جميل. يعني ولد إذا حاليا إيسا نمبر. എങ്ങനെ? I was born and raised in India. Now I am in Dubai or anywhere. أنا كنا جينا إديتيلا. Yeah. ولدت ونشأت في الهند. حاليا أنا في دبي. അതായത് ഞാൻ ജനിച്ചു വളർന്നത് ഇന്ത്യയിലാണ്, കറന്റ്ലി ഞാൻ ദുബൈയിലാണ് എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ. ولدت ونشأت في الهند حاليا أنا في دبي. അല്ലെ നിങ്ങൾ എവിടെയാണുള്ളത് അത് പറയാം. ജമീൽ. ولدت أنا كيرلا. ولدت ونشأت في الهند. أنت ونشأت في الهند. في الهند. ഓക്കെ. ഇൻ ഇന്ത്യ എന്നുള്ളതിന് ഫി എന്നാണ് പറയാ. ജമീൽ. കറന്റ്ലി ഐ ആം ഇൻ ദുബൈ. അതിന് പറയൽ ഹാലിയൻ അന ഫി ദുബൈ. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? حاليا على سعودي. ايوه حاليا انا في مملكة السعودية العربية. ايوه. اور റിയാദിലാണെങ്കിൽ ഫി റിയാദ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്ഥലമാണ് എവിടെയാണ്? ജീസാൻ. ايوه في الجيزان. في جيزان حاليا انا في جيزان. جميل. حاليا في جيزان. ഓക്കെ. ഇനി നെക്സ്റ്റ്, നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ? മാരീഡ് ആണ്. ഓക്കെ. ദെൻ ഈ ഫോർമാറ്റിൽ നിങ്ങൾ പറഞ്ഞു നോക്കി. ഐ ആം മാരീഡ് ആൻഡ് ഐ ഹാവ് 2 children. أنا زواج. أنا متزوج. أيوة. أنا متزوج. أيوة. 2 بذورة. ഇത്രയും ബുസൂറ, ഇത്രയും വലുത്. 2 ആൺകുട്ടികളാണോ? യെസ്. അപ്പം عندي ولدين. عندي ولدين. عندي ولدين. جميل. ഓക്കെ. ഇനി നെക്സ്റ്റ്. I am living in the Saudi. വരണം. I am living in the Saudiya. ഈ സ്ക്രീനിൽ നോക്കിയാൽ മതി. സ്ക്രീനിൽ സാധനങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ സാധനം മാറ്റി പറഞ്ഞാൽ മതി. أنا ساكن في السعودية. أيوة أنا ساكن في مملكة السعودية العربية. جميل. أوكي. يعني next, I speak Arabic a little bit. أنا أرمس عربي شوي. إماراتي.
നോ, ഷുവൈബ്. അറബിക് എന്ന് പറഞ്ഞാൽ അറബി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ സൗദിയിലാണെങ്കിൽ അറബി എന്ന് പറഞ്ഞാൽ മതി. യാ, അപ്പം അത്കല്ലം അറബി ഷുവൈ എന്ന് പറയാം, അല്ലെങ്കിൽ അന അർമിസ് അറബി ഷുവൈ. അർമിസിനേക്കാളും ബെറ്റർ അന അത്കല്ലം എന്ന് പറയലായിരിക്കും സൗദിയിലാണെങ്കിൽ. ഓക്കെ, യാ, അന അത്കല്ലം അറബി ഷുവൈ. أتكلم شوية. أنا أتكلم عربي شوي അല്ലെങ്കിൽ أنا أرمس عربي شوي. أنا أرمس شوية. اوكي ما شاء الله جميل. ഓക്കെ, ഇനി ആരെങ്കിലും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം ഇൻഷാ അല്ലാഹ് ഇങ്ങനെ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആവട്ടെ, ഒരു കോഴ്സ് ആവട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യാശിക്കുന്നു.